ഇല്ലാതാക്കിയത് കൽപ്പന ചൗള എന്ന മിടുമിടുക്കി कोई काम करती हूँ तो मैंने कभी ऐसे नहीं सोचा कि 2003 ജനുവരി 16-ന് സ്പേസ് ഷട്ടിൽ കൊളംബിയ ആകാശത്തേക്ക് കുതിച്ചുയരുന്നു. ഇതിൽ കൽപ്പന ചൗളയോടൊപ്പം മറ്റ് 6 ആസ്ട്രോനോട്ടുകൾ കൂടിയുണ്ടായിരുന്നു. കൃത്യമായി 16 ദിവസങ്ങൾക്ക് ശേഷം ആകാശത്ത് നിന്ന് തിരികെ ഭൂമിയുടെ ദിശയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഈ സ്പേസ് ഷട്ടിൽ തീപിടിച്ച് ഒരു വലിയ അഗ്നിഗോളമായി മാറുന്നു. അതിലുണ്ടായിരുന്ന ആസ്ട്രോനോട്ടുകൾ എല്ലാവരും കരിഞ്ഞ് ചാരമായി പോകുന്നു. ഇവിടെ ട്വിസ്റ്റ് എന്തെന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് നാസയ്ക്ക് മുൻപേ അറിയാമായിരുന്നു. എന്നാൽ ഈ വിഷയം ആ ടീമിലുള്ള ഒരാളോടും പറയാതെ എന്തുകൊണ്ടാണ് മറച്ചുവെച്ചത്? കൽപ്പന ചൗള അന്തരീക്ഷയാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വനിത. കൽപ്പന ചൗള തന്റെ ജീവിതത്തിൽ ഒരിക്കലല്ല 2 തവണ അന്തരീക്ഷയാത്ര നടത്തിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ കൽപ്പന ചൗള ചെലവഴിച്ച സമയം 31 ദിവസവും 14 മണിക്കൂറും 54 മിനിറ്റുമാണ്. എന്നാൽ ഇവിടെ ദുഃഖകരമായ വിഷയമെന്തെന്നാൽ ഫെബ്രുവരി 2003-ൽ അന്തരീക്ഷത്തിൽ നിന്ന് തിരികെ സ്പേസ് ഷട്ടിലിൽ വരുമ്പോൾ അതിലുണ്ടായ അപകടം കാരണം ഇവർ മരണപ്പെടുന്നു. എന്നാൽ നാസ പോലെയുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ പോലും ഇത്തരമൊരു അപകടം സംഭവിച്ചു എന്നത് തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആകസ്മികമായി ഉണ്ടായ അപകടം കാരണമാണോ കൽപ്പന ചൗള മരണപ്പെട്ടത്? അതോ ഇത് കൃത്യമായ പ്ലാനോടെയുള്ള ഗൂഢാലോചനയാണോ? ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മിസ് ചെയ്യാതെ അവസാനം വരെ കാണുക. കൽപ്പന ചൗള 1962 മാർച്ച് 17-ന് ഹരിയാനയിലെ വളരെ ചെറിയ നഗരമായ കർണാലിൽ ജനിച്ചു. കൽപ്പനയ്ക്ക് ഒരു ചേച്ചിയും ഒരു സഹോദരനുമുണ്ട്. ഇവർ പ്രാഥമിക വിദ്യാഭ്യാസം ബാൽ നികേതൻ സ്കൂളിൽ പൂർത്തിയാക്കി. ചെറുപ്പം മുതലേ വിമാനങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുക, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കുക എന്നിവ ഇവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ ഇവർ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രി നേടി. പിന്നീട് തുടർ പഠനത്തിനായി 1979-ൽ USA-യിലേക്ക് പോയി. US-ലെ ആർലിംഗ്ടണിലുള്ള ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൽപ്പന ചൗള 1984-ൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഡിഗ്രി നേടി. പിന്നീട് 1988-ൽ കൊളറാഡോ എയ്റോസ്പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. ഇത്തരത്തിൽ 1988 മുതൽ കൽപ്പന ചൗള നാസയ്ക്കായി ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. പിന്നീട് 1991 ഏപ്രിലിൽ കൽപ്പന ചൗളയ്ക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നു. അതിനുശേഷം കൽപ്പനയുടെ സ്പേസ് ജേർണി ആരംഭിക്കുന്നത് നാസയുടെ ആസ്ട്രോനോട്ട് കോർപ്സ് റിസർച്ചിനായി അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ്. 1995 മാർച്ചിൽ കൽപ്പന ചൗള ആസ്ട്രോനോട്ട് കോർപ്സിൽ ജോയിൻ ചെയ്തു. 1996-ൽ കൽപ്പന ചൗളയെ അന്തരീക്ഷത്തിലേക്ക് അയക്കാൻ നാസ സെലക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ 1997 നവംബർ 2-ന് 7 പേരുള്ള ഒരു ആസ്ട്രോനോട്ട് ടീമിനെ സ്പേസിലേക്ക് അയക്കുന്നു. ഈ ടീമിലുള്ള ഒരാളായിരുന്നു കൽപ്പന ചൗള. ഇതായിരുന്നു കൽപ്പനയുടെ ആദ്യത്തെ അന്തരീക്ഷയാത്ര. ഈ മിഷന്റെ ഭാഗമായി സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ നിന്നാണ് അയക്കുന്നത്. തന്റെ ആദ്യ സ്പേസ് മിഷനിൽ കൽപ്പന ചൗള 15 ദിവസവും 12 മണിക്കൂറും സ്പേസിൽ ചെലവഴിച്ചു. ഈ മിഷനിൽ കൽപ്പന ചൗളയെ മിഷൻ സ്പെഷ്യലിസ്റ്റ്, പ്രൈമറി റോബോട്ടിക് ഓപ്പറേറ്റർ എന്നീ റോളുകളിലാണ് അയച്ചത്. ഈ സ്പേസ് മിഷനിൽ കൽപ്പനയുടെ പ്രവർത്തനം കണ്ടതിനു ശേഷം 2001-ൽ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് അയക്കാൻ നാസ പ്ലാൻ ചെയ്യുന്നു. ഈ മിഷന്റെ ലോഞ്ചിംഗ് ഡേറ്റ് 2001 ജനുവരി 11 ആയിരുന്നു. എന്നാൽ സ്പേസ് ഷട്ടിലിന്റെ സ്പേസ് എഞ്ചിൻ ഫ്ലോ ലൈനറുകളിൽ ക്രാക്കുകൾ ഉണ്ടായതിനാലും മറ്റു ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണവും ഈ മിഷൻ 1 അല്ല 2 അല്ല തുടർച്ചയായി 18 തവണ മാറ്റിവെച്ചു. ഒടുവിൽ 2003 ജനുവരി 16-ന് സ്പേസ് ഷട്ടിൽ കൊളംബിയ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ഇതിൽ കൽപ്പനയോടൊപ്പം മറ്റ് 6 ജീവനക്കാർ കൂടിയുണ്ടായിരുന്നു. 16 ദിവസത്തോളം അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ശേഷം തിരികെ ഭൂമിയുടെ ദിശയിലേക്ക് വരുന്നതിനായി സ്പേസ് ഷട്ടിൽ ഭൂമിയുടെ ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ ആകസ്മികമായി സ്പേസ് ഷട്ടിൽ തീപിടിച്ച് ഒരു വലിയ അഗ്നിഗോളമായി മാറുന്നു. സ്പേസ് ഷട്ടിലിന്റെയും അതിലുണ്ടായിരുന്ന യാത്രക്കാരുടെയും ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ടെക്സാസിൽ വീണു. ഈ അപകടത്തിൽ കൽപ്പനയോടൊപ്പം ആ 6 ജീവനക്കാരും കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് മരണപ്പെട്ടു. ഇത് വളരെ വലിയൊരു ദുരന്ത സംഭവമായി കരുതി എല്ലാവരും ദുഃഖിതരായി. കാരണം കൽപ്പനയോടൊപ്പം 6 ജീവനക്കാർ, അതായത് മൊത്തം 7 ആസ്ട്രോനോട്ടുകൾ മരണപ്പെട്ടു. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഇത് കേവലം ആകസ്മികമായി നടന്ന ഒരു സംഭവമല്ല. കാരണം 2003 ജനുവരി 16-ന് ചെയ്ത വലിയ തെറ്റാണ് കൽപ്പനയുടെ മരണത്തിന് കാരണമായത്. ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുൻപ് തന്നെ, അതായത് 2001 മുതൽ ഈ സ്പേസ് ഷട്ടിലിൽ ധാരാളം ടെക്നിക്കൽ എററുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മിഷൻ 2003 വരെ നീട്ടിവെച്ചത്. ഇത്രയധികം തവണ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ട് നാസയ്ക്കും ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ടെന്നറിയാമായിരുന്നു. എന്നാൽ നാസ ഈ മിഷൻ നിർത്താതെ ടെക്നിക്കൽ എററുകൾ മാത്രം പരിഹരിച്ച് സ്പേസ് ഷട്ടിൽ 2003 ജനുവരി 16-ന് അന്തരീക്ഷത്തിലേക്ക് അയച്ചു.
സത്യം പറഞ്ഞാൽ സ്പേസ് ഷട്ടിൽ കൊളംബിയ ആദ്യമായി സ്പേസിലേക്ക് പോയത് 1981 ഏപ്രിൽ 12-നാണ്. അന്നു മുതൽ 2003 ജനുവരി 16 വരെ മൊത്തം 27 സ്പേസ് ക്രാഫ്റ്റുകളെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സ്പേസ് ഷട്ടിൽ തന്റെ ആയുസ്സിൽ മൊത്തം 345 ദിവസവും 17 മണിക്കൂറും അന്തരീക്ഷത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ഇത് വളരെ പഴക്കമുള്ള ഒരു സ്പേസ് ഷട്ടിലായിരുന്നു. ഈ മിഷനിൽ ഇത്രയധികം ടെക്നിക്കൽ എററുകൾ വരാൻ പ്രധാന കാരണം ഇതാണെന്ന് പറയാം. എന്നാൽ നാസ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതേ സ്പേസ് ഷട്ടിലിൽ 28ാമത്തെ സ്പേസ് ക്രാഫ്റ്റ് അയക്കുകയായിരുന്നു. ഈ അപകടം നടക്കാൻ മറ്റൊരു പ്രധാന കാരണം സ്പേസ് ഷട്ടിൽ കൊളംബിയയുടെ തേർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണെന്ന് പറയാം. സ്പേസ് ഷട്ടിൽ കൊളംബിയ ലോഞ്ച് ചെയ്തപ്പോൾ അതിനോടൊപ്പം 2 ബൂസ്റ്റർ റോക്കറ്റുകളും ഒരു എക്സ്ട്രാ ഫ്യൂവൽ ടാങ്കും കണക്ട് ചെയ്തിരുന്നു. സ്പേസ് ഷട്ടിലിന്റെ ഫ്യൂവൽ ടാങ്ക് പൂർണ്ണമായും തേർമൽ ഇൻസുലേഷൻ ഫോം കൊണ്ടാണ് കവർ ചെയ്തിരുന്നത്. കാരണം ഈ ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമായിരുന്നു. ഈ ഇന്ധനം വളരെ കുറഞ്ഞ താപനിലയിൽ മാത്രമേ ലിക്വിഡ് ഫോമിൽ നിലനിൽക്കൂ. അതുകൊണ്ട് പുറത്തുനിന്നുള്ള താപനില ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ ടാങ്ക് പൂർണ്ണമായും തേർമൽ ഇൻസുലേഷൻ ഫോം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഇതുമാത്രമല്ല, സ്പേസ് ഷട്ടിലിന് മുകളിലും തേർമൽ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. സ്പേസ് ഷിപ്പ് ഭൂമിയുടെ ഓർബിറ്ററിലേക്ക് തിരികെ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ചൂട് 1650 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാൻ കഴിയുന്ന രീതിയിലാണ് TPS ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ അന്തരീക്ഷത്തിലെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഈ തേർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം സ്പേസ് ഷട്ടിലിനെ സംരക്ഷിക്കുന്നു. ഈ TPS ഓർബിറ്ററിന്റെ ഉപരിതലത്തെ കവർ ചെയ്യുന്നു. അതായത് സ്പേസ് ഷട്ടിലിന്റെ ഓരോ ഭാഗത്തിനും വ്യത്യസ്ത താപനില താങ്ങേണ്ടതുണ്ട്. തിരികെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ചൂട് സ്പേസ് ഷട്ടിലിന് താങ്ങാൻ കഴിയണം. ഈ ടെമ്പറേച്ചർ അടിസ്ഥാനമാക്കി ഷട്ടിലിന്റെ തേർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു. TPS വ്യത്യസ്ത താപനിലകൾ താങ്ങുന്നതിനായി 7 തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് കാർബൺ പാനലുകളും HRSI ടൈലുകളുമാണ്. ഈ ടൈലുകൾക്ക് 1207 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ പ്രതിരോധിക്കാൻ സാധിക്കും. താങ്ങേണ്ട ചൂടിനനുസരിച്ച് ഇവ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതുപോലെ മറ്റ് 5 പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സ്പേസ് ഷട്ടിൽ പൂർണ്ണമായും തേർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. 2003 ജനുവരി 16-ന് സ്പേസ് ഷട്ടിൽ കൊളംബിയ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ലോഞ്ച് ചെയ്ത് 87.07 സെക്കൻഡിന് ശേഷം ഒരു സ്യൂട്ട്കേസിന്റെ വലിപ്പമുള്ള ഇൻസുലേഷൻ പാനൽ കഷ്ണം പൊട്ടിപ്പോയി. ഈ ഭാഗം സ്പേസ് ഷട്ടിൽ കൊളംബിയയുടെ റീഇൻഫോഴ്സ്ഡ് കാർബൺ പാനലിൽ പോയി ഇടിച്ചു. ഈ സമയം സ്പേസ് ഷട്ടിൽ 65,600 അടി ഉയരത്തിൽ മണിക്കൂറിൽ 740 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു. വേഗത കൂടുതലായതുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിലെ ഇൻസുലേഷൻ പാനൽ തകർന്ന് 6 മുതൽ 10 അടി വരെ വലിപ്പമുള്ള ദ്വാരം രൂപപ്പെട്ടു. കൂടാതെ ഈ ഘർഷണം കാരണം ലെഫ്റ്റ് വിങ്ങിലെ RCC പാനലിനും വലിയ കേടുപാടുണ്ടായി. ഈ ദ്വാരം കാരണം തേർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം പൂർണ്ണമായും ഡാമേജായി. ഇതുമൂലം സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെടുമെന്ന് നാസയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ മിഷൻ ടീമിനെ അറിയിച്ചില്ല. 16 ദിവസത്തോളം കൽപ്പന ചൗളയും മറ്റ് 6 ജീവനക്കാരും അന്തരീക്ഷത്തിൽ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ദിവസേനയുള്ള വിവരങ്ങൾ അവർ നാസയ്ക്ക് അയക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഷട്ടിലിലെ പ്രശ്നം നാസ അവരെ അറിയിച്ചില്ല. നാസയിലെ എഞ്ചിനീയർമാർ ഈ ഡാമേജ് വലിയ പ്രത്യാഘാതമുണ്ടാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മിഷൻ ടീം ഇത് ഗൗരവമായി എടുക്കാതിരുന്നതെന്നാണ് വാദം. ഷട്ടിൽ സുരക്ഷിതമായി തിരികെ എത്തുമെന്ന് കരുതി. 2003 ഫെബ്രുവരി 1 എത്തി. USA സമയപ്രകാരം രാവിലെ 9:16-ന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. സ്പേസ് ഷട്ടിൽ ഭൂമിയുടെ ദിശയിലേക്ക് വരികയായിരുന്നു. അന്നേരം അതിന്റെ വേഗത മണിക്കൂറിൽ 17,500 കിലോമീറ്റർ ആയിരുന്നു. രാവിലെ 8:44-ന് സ്പേസ് ഷട്ടിൽ 120 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിക്ക് മുകളിലായിരുന്നു. അപ്പോൾ താപനില 3317 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. നിമിഷങ്ങൾക്കകം ടെമ്പറേച്ചർ സെൻസറുകൾ പ്രവർത്തിക്കാതായി. ലെഫ്റ്റ് വിങ്ങിൽ തീ പിടിച്ചു. ഷട്ടിൽ 57 ഡിഗ്രി ഇടത്തേക്ക് ചെരിഞ്ഞു. വായു വേഗത്തിൽ ഷട്ടിലിനുള്ളിലേക്ക് കടന്നു. എയർ പ്രഷർ അമിതമായി വർദ്ധിച്ചു. സ്യൂട്ടും ഹെൽമറ്റും ധരിക്കാൻ പോലും ജീവനക്കാർക്ക് സമയം ലഭിച്ചില്ല. കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള 7 ആസ്ട്രോനോട്ടുകളും അവിടെ വെച്ച് തന്നെ കരിഞ്ഞ് ചാരമായി. ഇത്തരത്തിലാണ് അന്ന് ആ 7 ആസ്ട്രോനോട്ടുകളെ ലോകത്തിന് നഷ്ടമായത്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം.